എന്താ ജോക്കർ? ജോക്കർ വരുന്നുണ്ട്. അശ്ലീലം പിടിക്കാനായിട്ട് നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്. ഇരുന്നു അവസാനം മാവുന്ന നേരത്ത് കുറെ ചീട്ട് നിന്ന് വെള്ളം കുടിക്കുകയുള്ളൂ. ഇവിടുത്തെ അലമ്പ് കഞ്ഞേക്കാട്ടി നല്ലതാ. ഈ റീൽസ് ഇല്ലാതെ കയറുന്നോട്ടാ തട്ടാ നിൽക്കുമ്പോ ഓരോരുത്തം പമ്പ പാടിക്കുന്നത്. ഒരു കാര്യം റിഹേഴ്സൽ നടത്താം നിന്റെ ഒത്ത്. മറ്റേതല്ല, നവീനം. അത് വേണ്ട, രാമായണം പഴയ രൂപത്തിൽ. രാമായണം പഴയ രൂപത്തിൽ തന്നെ, എല്ലാവർക്കും പഴയ വേഷങ്ങളും. അപ്പൊ സീതയോ? സീതയായിട്ടിപ്പോ എന്താ അവളുടെ പേര്? രോഹിണി. അവളായിക്കോട്ടെ. എന്താ അവക്കൊരു കുറവ്? എന്താ അവക്ക് ഇനി കുറയാനുള്ളത്? സീത എന്ന് പറഞ്ഞ ആരാ? ഭൂലോക സുന്ദരി, ആചാന ബാഹു, അന്ന നട. ശരിയാ, ഓളെ പിടിച്ച് സീതയാക്കിയാലേ ഇവൻ ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടിയ പോലെ. അവളല്ലാതെ പിന്നെ ആരാ സീതയുടെ വേഷം കെട്ടുന്നത്? ഒന്നല്ല 9 സീതയെ കിട്ടും, തിരക്കണം. എന്നാ ഒരു സീതയെ പൊക്കിക്കൊണ്ടെങ്കിൽ വാ സാറ്, കൊണ്ടുവരാം. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താന്ന്? ശ്രീരാമൻ മാറണം. എന്താ എന്നിട്ട് എന്താ ഞാൻ പറഞ്ഞേ? ശ്രീരാമൻ മാറണം. എന്നിട്ട് ഞാൻ ശ്രീരാമനാ. അതിലും പേരെ ഇതാ മലയാളി. നമ്മൾ ഒറ്റ കാര്യം പറയട്ടെ, മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ശ്രീരാമന്റെ വേഷം കിട്ടുന്ന ആൾക്ക് നല്ല മുഖസ്തുതി വേണം. അതുകൊണ്ട് നമ്മൾ കേട്ട ശ്രീരാമന്റെ വേഷം ആരും ഒന്നും ആകണ്ട, ഞാൻ തന്നെ ശ്രീരാമൻ. പിന്നെ വളരെ പിള്ളേർ പറയുന്നതിനും കാര്യമുണ്ട്. ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, നാട്ടുകാരുടെയും കൂടിയാ. നാട്ടുകാരല്ല ഇതിന് കാശ് മുടക്കിയിരിക്കുന്നത്. കണ്ണി കണ്ട അലവലാദികളെ ശ്രീരാമൻ കെട്ടിക്കാനല്ല ഞാൻ ഈ പണിക്ക് നടക്കുന്നത്. ആരാ അലവലാദി? നിന്റെ കാര്യമല്ല. നമ്മള് നീ മാത്രമേ ഉള്ളൂ അലവലാദി. ഞാനാണോ? ഇവിടെ വേറെ ആരും ഇല്ലേ? അപ്പൊ ഞാനാണോ അലവലാദി? പിള്ളേര് പറയുന്നത് കേട്ടില്ലാന്ന് വേണ്ട. ആരാണ് ശ്രീരാമനാകേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. എങ്ങനെ? ഓരോന്നിനും അതിൻ്റെതായ വഴികളുണ്ട്. എല്ലാവരുടെ പേരും എഴുതിയിട്ടുണ്ട്. നിന്റെ പേര് വരെ ഉണ്ട്. അതെന്താ വരെ? ഞാൻ എന്താ ഏഴാം കൂലി? എന്റെ പേരുണ്ടാ? ഉണ്ടാ. എല്ലാരും പേരുണ്ട്, പിന്നെ എന്റെ പേരുണ്ട്. ചേട്ടൻ തന്നെ ഐശ്വര്യായിട്ട് ഒരെണ്ണം എടുത്താൽ. ആർക്കാ ശ്രീരാമൻ കെട്ടാൻ ഭാഗ്യം ഇപ്പൊ അറിയാലോ. അത് എന്നിട്ട് ഉറക്കെ ഒന്ന് വായിച്ചാട്ടെ. കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. എന്താ? കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. അല്ല, ശ്രീരാമൻ കെട്ട ആർക്കാ യോഗ്യത ഇപ്പൊ മനസ്സിലായല്ലോ. ആരും അതിനെ പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സീതയെ പറ്റി ആലോചിക്കാം. എന്താ വന്നാട്ടെ. ശ്രീരാമൻ കെട്ടില്ല, ലക്ഷ്മണൻ കെട്ടതൊന്നും ഇത് മറ്റേ ഏർപ്പാട് ഇവിടെ ഈ പണി ഇവിടെ നടക്കത്തില്ല. എന്താ ഇതെന്താണല്ലോ? ഞാൻ ഒരു തമാശ കാണിച്ചു, നീ അത് കണ്ടുപിടിച്ചല്ലേ? പിന്നെ ഉണക്കമിന് കളി അടിച്ച് കണ്ണിന് സിൽവർ നീ ഇതുവരെ റെഡിയായില്ലേ? ഞാൻ റെഡി. അവന്മാരൊക്കെ റെഡിയായോ? റെഡി. എനിക്ക് കാശ് കൊടുക്ക. എന്തിന്? അതൊക്കെ ആത്മാർത്ഥമായി ജോലി ചെയ്തതിന് ശേഷം കൊടുക്കാം. ഒരു കണക്കിന് അതും ശരിയാ. ബന്ധു കഴിഞ്ഞിട്ട് മിച്ചം ഉള്ളവർക്ക് കൊടുത്താൽ മതിയല്ലോ. വിളിക്ക്. പോവാം. അത് ഈ ഡ്രസ് ഇട്ടുണ്ടല്ല, അതിന് വേറെ ഡ്രസ് ഉണ്ട്. തെരുവിലോട്ട് ഇറങ്ങട്ടെ. തെരുവിലിറങ്ങ. എന്താണെന്ന് അറിഞ്ഞൂടാ. എല്ലാരും കടയടയ്ക്കുമ്പോ നീ മാത്രം എന്തിനാണ് തുറന്നു വെച്ചിരിക്കുന്നത്? മുതലാളി പറഞ്ഞിട്ടാ. എവിടാ നിന്റെ മുതലാളി? അതിൽ ഓടിപ്പോയി. വിളിച്ച് തൊണ്ട കുഴഞ്ഞല്ലോ ചേട്ടാ. കട സ്വന്തമായിട്ട് അടയ്ക്കുന്നോ അതോ ഞങ്ങൾ അടയ്ക്കണോ? വേണ്ട, ഞങ്ങൾ അടച്ചേക്കാം.
കോടതി ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഡ്രസ് ഇട്ടുകൊണ്ട് നടന്ന അടി കിട്ടും. ഇനി ഭരണകക്ഷിയുടെ ഡ്രസ് ഇടാം, അടിയുടെ എണ്ണം കുറയും. എന്ത് വേണോ നീ തീരുമാനിക്കാൻ, ഞാൻ എന്തിനും തയ്യാർ. അതെനിക്കും അറിയാം. തീരുമാനിക്കൂ. ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും മേടിച്ച കാശിന് ജോലി ചെയ്യണം. വാ. ഡ്രസ് ചേഞ്ച്. മാർട്ടിനെ നില്ല്. എനിക്കൊരു സംശയം. ഭരണകക്ഷിയുടെ ട്രേഡ് യൂണിയന്റെ ഈ ഡ്രസ് ഇട്ടുണ്ട് നമ്മൾ ബന്ദ് നടത്തുകയല്ലോ, പൊളിക്കുകയല്ലേ വേണ്ടത്? ഭരണകക്ഷി ബന്ദ് നടത്തിയാണെന്ന് പൊതുജനം വിചാരിച്ചോട്ടെ. അയ്യോ, ഇത് തെറ്റല്ലേ? തെറ്റ് ശരിയൊന്നും നീ നോക്കണ്ട. ഏറ്റ കാര്യം ഭംഗിയായിട്ട് നടത്തുക. ഓക്കെ, അപ്പൊ അടുത്ത പരിപാടി അടുത്ത പരിപാടി തീരുമാനിക്കൂ. ഓടുന്ന വണ്ടികളുടെ ചില്ലുടക്കുക. ഗ്ലാസ് ബ്രേക്ക്. ബന്ധിന്റെ അന്നാണോടാ നിന്റെ ഒരു ഉല്ലാസയാത്ര. അയ്യോ, നിങ്ങൾ എന്ത് തോന്നിയാ കാണിക്കുന്നത്? എന്തിനാ കാറിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചത്? ഇന്ന് ബന്ധാ. ഞാൻ ഡോക്ടറാ, സെന്റ് പോൾസ് ഹോസ്പിറ്റൽ ചാർജ് എടുക്കാൻ വന്നാ. ഡോക്ടർ ആയാലും ശരി, പേഷ്യന്റ് ആയാലും ശരി, ഞങ്ങള് പറ്റിപ്പോയി. എനിക്ക് പോയേ പറ്റൂ, പ്ലീസ്. നടന്നു പോയാ മതി, പ്ലീസ്. കത്തിക്കട കാറ്. നില്ലേ, ഏതായാലും ഒരു ഡോക്ടറല്ലേ. ഇന്ന് ബന്ധാണ്. ചിലപ്പോ ഇവരുടെ സേവനം നമുക്ക് ആവശ്യം വരും. നിങ്ങൾ പോയിക്കോ. അടുത്ത ജംഗ്ഷന് സുമാറിനും ആൾക്കാർ നിപ്പുണ്ട്. അവർ ഈ കാറ് തകർക്കുകയില്ല നമ്മളെ പോലെ. ഈ കാർ കത്തിക്കും. അത് ശരിയാണല്ലോ, ഞാൻ കൊണ്ടാക്കാം. പോകുന്നതിനും അടുത്ത പരിപാടി പറയൂ. അടുത്ത പരിപാടി തീരുമാനിക്കൂ. നിങ്ങളൊന്നും ഭക്ഷണം കഴിക്കൂ. ലഞ്ച് ബ്രേക്ക്. DSP അദ്ദേഹം വിളിച്ചിരുന്നു. ഏത് നിമിഷം ഇവിടെ എത്താം. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഞാൻ മിസ് സീമ മേനോൻ. വളരെ പേഴ്സണലായ ഒരു കാര്യത്തിന് എനിക്ക് താങ്കളുടെ സഹായം വേണം. മാരണാവോ? യെസ്, വാട്ട് കാൻ ഐ ഡു ഫോർ യു? ഈ ഫോട്ടോ എന്റെ സിസ്റ്റർ രേഖ മേനന്റെയാണ്. അവൾക്ക് 1 വർഷം മുമ്പ് ഒരു ആക്സിഡന്റിൽപ്പെട്ട് മനസ്സിനൊരു ഒരു എന്താ പറയാ, എന്തായാലും പറഞ്ഞോളൂ, മടിക്കണ്ട. അവൾ വളരെ നോർമൽ അല്ലാണ്ടായി. മെന്റൽ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിലായിരുന്നു. ഇന്നലെ രാത്രി അവിടുത്തെ വേറൊരു ഇൻമേറ്റിനോടൊപ്പം അവൾ അവിടെ നിന്ന് ചാടിപ്പോയി. നോ ഫർദർ വെയർഅബൌട്ട്സ് ആർ നോൺ. ഹോസ്പിറ്റലിൽ നിന്നും ഇന്നലെ ഒരു കംപ്ലൈന്റ് കിട്ടി. ഇതല്ലേ കുട്ടികൾ? അതെ. അല്ല മിസ് മേനോൻ, ഈ കുട്ടികളുടെ ഫോട്ടോ വെച്ച് പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താലോ? പാടില്ല. ഷീസ് ആൻ അൺമാരിഡ് ഗേൾ. കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടി മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോന്ന് പത്രത്തിൽ വന്നാൽ ജസ്റ്റ് ഇമാജിൻ, അവളുടെ ഫ്യൂച്ചർ അതോടെ പോവില്ലേ? പറഞ്ഞതുപോലെ അത് ശരിയാണ്. ആട്ടെ, ഞാൻ അന്വേഷിക്കാം. ഒരു അൺഒഫീഷ്യൽ തലത്തിലുള്ള സെർച്ച് വേണം. താങ്കൾ അതിലൊരു പ്രത്യേക ഇൻട്രസ്റ്റ് എടുക്കണം, പ്ലീസ്. ഞാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാം. എന്റേതായ രീതിയിൽ ഞാനും അന്വേഷിക്കാം. ഇടയ്ക്ക് ബന്ധപ്പെടുകയും ചെയ്യാം. പ്ലീസ് സീ വാട്ട് ബെസ്റ്റ് യു ക്യാൻ ഡു. ആളെ പിടിച്ച് റെക്കോർഡാക്കി കയ്യിൽ തരികയല്ലേ വേണ്ടു. ആ കേസ് ഞാൻ ഏറ്റു. തലയിലെ ആണി ലൂസാവുമെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വരാവുന്ന സംഭവമല്ലേ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വേണമല്ലോ പരസ്പരം സഹായിക്കാൻ. മിസ് സീമ പോയിക്കോളൂ. താങ്ക് യു സർ. നാൻകുടനാരെ. യെസ് സാർ. യെസ് സാർ. എവിടെയാണ് നെയിം പ്ലേറ്റ്? ഉണ്ട് സാർ. പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ നാൻകുട്ടൻ നായർക്ക് SIയുടെ മുറിയുടെ മുന്നിൽ എന്നൊരു പാറാവ്. എന്റെ മുറിയിൽ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ള ഒരു കംപ്ലൈന്റുമായി വരുമ്പോ തനിക്ക് എന്താണ് മുഖത്ത് ഒരു കണ്ണേടി? തൊപ്പിയാൻ തെറിപ്പിക്കും. എന്റെ സാറേ, ഇങ്ങനെ ഒളിഞ്ഞും പാത്തും പതുങ്ങിയും സാറിനെ സ്പൈ ചെയ്യുന്ന കാര്യം എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ എന്ത് ചെയ്യും? സാർ സ്റ്റേഷൻ അകത്തായാലും പുറത്തായാലും സാറിന്റെ മേലെ ഒരു കണ്ണ് വേണമെന്ന് കുഞ്ഞന്നാമ്മ ചേർത്ത് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിരിക്കുക. ഞാൻ സർവീസിൽ കയറുമ്പോൾ സാറിന്റെ അപ്പനായിരുന്നു എന്റെ ഏട്. കുഞ്ഞന്നാമ്മ ചേർത്ത് പറഞ്ഞാൽ ഞാൻ അനുസരിച്ചു പോകും. ഒട്ടുക്കത്തെ ഒരു തന്തയും തള്ളി. നാഗുടനായരെ, താൻ തന്നെ ജോലി നോക്കണോ? പോവാ സാർ, ഞാൻ അത് മാത്രമേ നോക്കൂ.